യാക്കോബ് എഴുതിയ ലേഖനം. റോമ സാമ്രാജ്യത്തിൽ ചിതറിപ്പോയിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾക്കായി എഴുതപ്പെട്ട ലേഖനമാണിത്. എന്നാൽ ദൈവത്തിന്റെ ജനം എപ്രകാരം ജീവിക്കണമെന്നോ മറ്റുള്ളവരോട് എങ്ങനെ വർത്തിക്കണമെന്നുള്ള ഉപദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ചെറു പുസ്തകമാണിതെന്ന് വായനക്കാർക്ക് മനസ്സിലാക്കാം. ഇതിലെ ഉപദേശങ്ങൾ സുവ്യക്തമാണ്. നിങ്ങൾ ദരിദ്രരാണെങ്കിൽ നിരാശപ്പെടരുത്. നിങ്ങളുടെ വിശ്വാസം പരിശോധന ചെയ്യപ്പെടുമ്പോൾ ക്ഷീണിച്ചു പോകരുത്. കോപത്തിന് വശംവദരാകരുത്. സാധുക്കളെ അവഗണിച്ച് ധനികരോട് പക്ഷഭേദം കാണിക്കരുത്. അന്യരെ സഹായിക്കുക. നിങ്ങളുടെ നാവിനെയും മോഹങ്ങളെയും കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കുക. ദുഷ്ടനെ എതിർത്ത് തോൽപ്പിക്കുക. വമ്പു പറഞ്ഞ് പ്രശംസിക്കരുത്. നിങ്ങളുടെ ധനം സാധുക്കളുടെ സഹായത്തിനായി ഉപയോഗിക്കുക. കരുണയും ക്ഷമയും ഉള്ളവരായിരിക്കുക. മറ്റുള്ളവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നിവയാണത്. ലേഖനകർത്താവിന് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വിശ്വാസമല്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ദൈവജനമെല്ലാം തിരുവെഴുത്തിലെ രാജകീയ ന്യായപ്രമാണം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം, അനുസരിക്കണം. ഈ ലേഖനം ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കാണ് എഴുതിയിരിക്കുന്നത്. അത് യഹൂദരെ ഉദ്ദേശിച്ചല്ല. യഹൂദ്യ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചാവകാശികളെന്ന് കരുതിയിരുന്ന ക്രിസ്ത്യാനികൾക്കാണ് എഴുതിയിരിക്കുന്നത്. യാക്കോബ് എന്ന പേരിൽ പലരുണ്ടായിരുന്നു. സെബദിയുടെ മകൻ യാക്കോബ്, യേശുവിന്റെ സഹോദരൻ യാക്കോബ്, ഇവർ ആദിമസഭയിൽ നേതൃസ്ഥാനത്തായിരുന്നു. യേശുവിന്റെ സഹോദരൻ യാക്കോബാണ് ഇതെഴുതിയത് എന്നാണ് പാരമ്പര്യമായി കരുതിപ്പോരുന്നത്. സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിന്റെ ഉപദേശങ്ങളോട് സാമ്യമുണ്ടെങ്കിലും AD ആദ്യ നൂറ്റാണ്ടിലെ ഗ്രീക്ക് സംസ്കാരം പരിചയിച്ചിരുന്ന ആളാണ് ഇതെഴുതിയിരിക്കുന്നതെന്ന് ഭാഷാശൈലിയും മറ്റും കൊണ്ട് അനുമാനിക്കാം. അതുകൊണ്ട് ലേഖനകർത്താവ് ശിഷ്യനായ യാക്കോബിന്റെയും യേശുവിന്റെ സഹോദരൻ യാക്കോബിന്റെയും കാലശേഷം ജീവിച്ചിരുന്ന ആളാകാനാണ് സാധ്യത. ചുരുക്കമായ അഭിവാദനത്തിനു ശേഷം ദൈവജനമായി ജീവിക്കുന്നതിനുള്ള സാര ഉപദേശങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. 1:1 അഭിവാദനം, 1:2 മുതൽ 18 വരെ വിശ്വാസവും ജ്ഞാനവും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും, 1:19 മുതൽ 27 വരെ കേൾവിയും പ്രവൃത്തിയും, 2:1 മുതൽ 13 വരെ പക്ഷപാതം പാടില്ല, 3:1 മുതൽ 18 വരെ നാവിന്റെ ദുരുപയോഗം, യഥാർത്ഥ ജ്ഞാനം, 4:1 മുതൽ 10 വരെ ലോകസ്നേഹം, 4:11 മുതൽ 5:6 വരെ സഹോദരനെ വിധിക്കരുത്, വമ്പു പറയുന്നവർക്ക് മുന്നറിയിപ്പ്, ധനവാന്മാർക്ക് മുന്നറിയിപ്പ്, 5:7 മുതൽ 20 വരെ ക്ഷമയും പ്രാർത്ഥനയും. യാക്കോബ് എഴുതിയ ലേഖനം, അധ്യായം 1. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ മത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോടെ യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്നും വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു. എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി പൂവ് തീർന്ന് അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു. അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത
ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്കാൻ മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും. നിങ്ങൾ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം അത്രേ. പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു.